ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മളുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അമ്മായിയമ്മയ്ക്ക് നല്ല മുട്ടൻ പണി കൊടുത്തിട്ട് നമ്മുടെ പല്ലവി നല്ല സ്റ്റാറായിട്ട് അങ്ങ് നിൽക്കുവാണ്. അപ്പോൾ ഇവളോട് കയറാൻ പറഞ്ഞ കടയിലെ ആ കടയിൽ നിങ്ങൾ കയറിയാലും കിട്ടും കൊള്ളാവുന്ന സാരികൾ വാങ്ങിച്ചിട്. ഇങ്ങനെ നടക്കുന്നതേ രാജലക്ഷ്മിക്ക് കേടാണെന്ന് പറയുമ്പോൾ എടീ എന്നും പറഞ്ഞ് വിളി. നിങ്ങൾ അമ്മായിയമ്മയാ, ഞാൻ മരുമകൾ മാത്രമല്ല മകളും കൂടിയാ, ചേച്ചിയാ, മനസ്സിലായോ എന്ന് ചോദിച്ചു. എൻ്റെ കൂടപ്പിറപ്പിനൊരു സങ്കടം വന്നാൽ അത് തീർത്തിട്ടേ ഈ പല്ലവി പോകൂ, അത് ഓർമ്മയിരിക്കട്ടെ. അതാണ് പാരമ്പര്യ ഗുണമെന്ന് പറയുന്നത്. അത് തന്നെയാണ് എനിക്ക് ശീലവും. ചൊറിയാൻ നിൽക്കരുതെന്നും പറഞ്ഞ് നമ്മുടെ പല്ലവി അനിയത്തെയും കൂട്ടി രാജലക്ഷ്മിയുടെ മുന്നിൽ നിന്ന് പോയപ്പോൾ ഛേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക, കയ്യൊക്കെ ഇങ്ങനെ തിരുമി ഓടിച്ച് പെറുക്കി. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ഇന്ദ്രനെ ആട്ടോ. ഇന്ദ്രൻ ഇങ്ങനെ മൊബൈലൊക്കെ പിടിച്ച് ഇറങ്ങി വരുന്ന സമയത്ത് അമ്മയുടെ ദേഹത്ത് ചെളിയും കാര്യങ്ങളൊക്കെ കണ്ട് മകൻ വന്ന് അമ്മയോട് കുശലം ചോദിച്ചു. അമ്മയാണെങ്കിൽ മകനെ കൊന്നില്ലെന്നേ ഉള്ളൂ, മിണ്ടാരിടാമെന്നും പറഞ്ഞുകൊണ്ട്. സ്വന്തം അമ്മയ്ക്കൊരു നാണക്കേട് വരുമ്പോൾ കളിയൊക്കെയാണോടാ വേണ്ടതെന്ന് ചോദിച്ചിട്ട് എൻ്റെ ഈ കോലത്തിനുള്ള കാരണക്കാരി ആരാണെന്ന് എനിക്കറിയാപോടാ, നിന്റെ ഭാര്യ പല്ലവിയാണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഇന്ദ്രൻ ഇങ്ങനെ നോക്കുക, പല്ലവിയോ? ഒരു വിധത്തിലാ അവൾ കരികളിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു പോകുന്നത്, ഇല്ലെങ്കിൽ എൻ്റെ തലതലി പൊളിച്ചാനേ ഉള്ളെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ഒച്ച വയ്ക്കും കേട്ടോ. ഇന്ദ്രനൊന്നും മനസ്സിലാകാതെ ഇങ്ങനെ നിൽക്കുക. നീ എന്താണ് ഇതൊക്കെ കേട്ടിട്ടൊന്നും മിണ്ടാത്തത്, എന്തെങ്കിലും ഒന്ന് പറയടാ എന്ന് പറയുമ്പോൾ ഇന്ദ്രൻ നിന്ന് ഹ ഹ ഹ ഹ എന്നും പറഞ്ഞ് കുറച്ചങ്ങ് ചിരിച്ചു. അപ്പോഴേക്കും രാജലക്ഷ്മി ഞെട്ടി. എന്തായാലും അമ്മ ടെൻഷൻ അടിക്കണ്ട, പല്ലവിക്കുള്ള പണി നമ്മൾ ശരിയായിക്കൊണ്ടിരിക്കല്ലേ, ഞാൻ അതിൻ്റെ പണിപ്പുരയിലാ. പിന്നെ സമയമാകുമ്പോൾ ഞാനത് അമ്മയോട് പറഞ്ഞോളാം. എടാ, നീ ഇപ്പം ഇതിന് പകരം ചോദിക്കാൻ പോകണ്ടെന്നാണോ പറയുന്നത്? ഇതങ്ങനെ വെറുതെ വിട്ടാലൊന്നും പറ്റത്തില്ല. എൻ്റെ സാരിയിൽ ചെളി തെറിപ്പിച്ച എന്ത് സംഭവിക്കുമോ നമ്മൾ അറിയണം, നീ വേണം അവളെ അറിയിക്കാൻ എന്ന് പറയുമ്പോൾ ഞാനോ ഇതിന് പകരം ചോദിക്കാൻ ഞാൻ പോണെന്നോ? നോ നോ നെവർ. അമ്മ ഇത്ര സില്ലി ആയിട്ടൊന്നും എൻ്റെ മുന്നിൽ സംസാരിക്കരുത് കേട്ടോ. ദേ എൻ്റെ പൊന്നമ്മ, ഈ കണക്ക് ഞാൻ ആദ്യം ഒന്ന് തീർത്തോട്ടെ, എന്നിട്ട് പോരെ സാരിയിൽ ചെളി വീണതിൻ്റെ ആ ഒരു കണക്ക് തീർക്കാനായിട്ട്. എൻ്റെ പൊന്നമ്മ നല്ലപോലെ സോപ്പ് ഓടിയിട്ട് കഴുകിയാലേ ദേ നമ്മുടെ ചെളിയൊക്കെ അങ്ങ് താനെ പൊക്കോളും. പക്ഷെ അതുപോലെയാണോ അമ്മ എൻ്റെ ലൈഫ്? ആണോ? അല്ല, ഒരിക്കലും അല്ല. അത് നശിച്ചില്ലേ, അവൾ നശിപ്പിച്ചില്ലേ. അപ്പം എൻ്റെ അമ്മ പ്രയോറിറ്റി അതിന് വേണ്ടിയല്ലേ നമ്മൾ കൊടുക്കേണ്ടത്. അമ്മ ആദ്യം എന്നെ അടിച്ചതിനുള്ള ശിക്ഷ കൊടുക്കണം, പിന്നെ ഇവിടെ കൊണ്ടുവരും, ഞാൻ അമ്മയുടെ കാൽച്ചോട്ടിൽ കൊണ്ടുവന്നിടും, അമ്മ നോക്കിക്കോളാൻ പറഞ്ഞു. എന്നിട്ട് രാജലക്ഷ്മി ഇങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോൾ അവൾ ഇവിടെ വരട്ടെ അമ്മ, അവളിവിടെ കൊണ്ടുവന്നിട്ട് പകരം വീട്ടാൻ നമുക്ക്, അതല്ലേ കുറച്ചുകൂടി സൗകര്യം, അതല്ലേ അമ്മ ഹീറോയിസം. അമ്മ എന്തായി കാണിക്കുന്നത്? അപ്പോൾ അമ്മയ്ക്ക് ഭയം പേടി ഇതൊന്നും ഉണ്ടാവില്ല. അമ്മയുടെ കാൽച്ചോട്ടിൽ അവൾ കിടത്തും അമ്മയുടെ ഈ മകൻ, അതും പറഞ്ഞിങ്ങനെ ഇരിക്കുന്നു. ഈ സമയം പിന്നെ കാണിക്കുന്നത് ദേ നമ്മുടെ പാറു അവിടെ ഓഫീസിൽ ചെന്നിരിക്കുക, ദേഹത്ത് മുഴുവൻ ചെളിയൊക്കെ ആയിട്ട്. അപ്പോൾ അവിടെ ഇരിക്കുന്ന പെൺകുട്ടികൾ ദേഹത്ത് മുഴുവൻ ചെളിയാണെന്നൊക്കെ പറഞ്ഞ് ഇതിനെ ഇരുന്ന് കളിയാക്കുക, പാറുവിനെ കളിയാക്കിക്കൊണ്ടിരിക്കുക. ആ സമയം പാറുവിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. ഇപ്പം പിള്ളേർ ഇങ്ങനെ പാറുവിനെ അടിമുടി നോക്കുക കേട്ടോ. ചേച്ചി ഞാൻ എത്തി എന്ന് പറഞ്ഞ് പാറു ഫോണിൽ സംസാരിക്കുന്നു. വേറെ ഡ്രസ്സോ അതൊന്നും വാങ്ങാനൊന്നും നിന്നില്ല ചേച്ചി, സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊന്നും സാരമില്ല ചേച്ചി, ഞാൻ വാങ്ങിക്കോളാം എന്ന് ഉറപ്പ് തന്നതുകൊണ്ടല്ലേ ചേച്ചി പോയത്, വേണ്ടാന്ന് വെച്ചത് ഞാനല്ലേ, ചേച്ചി വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് പാറു പറയാം. ഈ ജോലി സ്ഥിരമായാലും ഇല്ലെങ്കിലും എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നും പറഞ്ഞിങ്ങനെ നമ്മുടെ പാറു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പെൺകുട്ടികൾ നമ്മുടെ പാറുവിനെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ എന്നിട്ട് ചോദിച്ചു, അത് ഡ്രസ്സിൽ എന്ത് പറ്റിയതാ? അത് പിന്നെ ചെളി പറ്റിയതാ, റോഡിൽ വണ്ടി പോയപ്പോൾ സമയം കിട്ടിയില്ല ഡ്രസ്സ് മാറാനായിട്ടെന്ന് പറഞ്ഞു. അപ്പം നല്ല സ്മെല്ലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടികൾ പറഞ്ഞ് കളിയാക്കി ചിരിക്കുക. പാവം എന്നും പറഞ്ഞ് പാറു ഇങ്ങനെ ആകെ വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ പാറു വന്നിട്ട് ഇങ്ങനെ ആകെ ധർമ്മസങ്കടത്തിൽ അവിടെ നിന്ന് ഒരു സീറ്റും കൂടി മാറി അങ്ങോട്ടേക്കിരുന്നു, ഇനി അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവണ്ട എന്ന് കരുതിയിട്ട്. അങ്ങനെ നമ്മുടെ പാറു അവിടെ ഇരിക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ പാറുവിൻ്റെ അടുത്ത് ഒരു ചെറുപ്പക്കാരൻ വന്നിരിക്കുന്നു. അത് വേറെ ആരും ആയിരുന്നില്ല, നമ്മുടെ ഇന്ദ്രൻ്റെ അനിയനായിരുന്നു. അമ്മയുടെ ഊഴം കഴിഞ്ഞു, അതെന്തായെന്ന് അറിയാനാണോ മോനെ പറഞ്ഞു വിട്ടത് എന്ന് പാറു ചോദിച്ചപ്പോൾ ഊഴോ എന്ത് ഊഴം എന്ന് ചോദിക്കും. ഞാനിവിടെ ഇൻ്റർവ്യൂവിന് വന്നതാണെന്ന് നമ്മുടെ ഇന്ദ്രൻ്റെ അനിയൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പാറു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഈ സമയത്ത് ഇതെന്ത് പറ്റിയതാ എന്ന് ചോദിച്ചു. അപ്പോൾ തൻ്റെ അമ്മയുടെ അഹങ്കാരമാണെന്നും നിഗളിക്കേണ്ടെന്ന് പറഞ്ഞേക്കവരോട് എന്ന് പറഞ്ഞ് നമ്മുടെ പാറു ഇങ്ങനെ പറയാം. ദൈവം എന്ന് പറയുന്ന ഒരാൾ മോളിൽ ഇരിപ്പുണ്ട്, എല്ലാം കണ്ടോളൂ എന്ന് പറയുമ്പോൾ വിശ്വനൊന്നും മനസ്സിലാകാതെ ഇരിക്കുന്നു. ഇന്ദ്രപ്രസ്ഥത്തിൻ്റെ മേൽക്കൂരയ്ക്ക് അത്ര വലുപ്പമോ അല്ലെങ്കിൽ അത്രയ്ക്ക് ബലമൊന്നും ഇല്ല സുഹൃത്തെ, അത് തകർന്നു വീഴാനേ അധികം സമയമൊന്നും വേണ്ട എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ പാറു പറയുന്നു. അപ്പോൾ എന്താ സംഭവിച്ചതെന്നൊന്നും എനിക്കറിയില്ല, ഒന്നെനിക്ക് എന്തായാലും മനസ്സിലായി, എൻ്റെ അമ്മ കാരണമാണ് തൻ്റെ ഡ്രസ്സിൽ ചെളി പറ്റിയത് എന്നുള്ളതെന്ന് വിശ്വൻ അന്നേരം പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞിങ്ങനെ ഇരിക്കുന്നു. സോറി പറഞ്ഞാൽ തീരുന്നൊരു തെറ്റൊന്നും അല്ല അമ്മ ചെയ്തത്, അതൊക്കെ എനിക്കറിയാം. പ്രായശ്ചിത്തം ചെയ്യാന്ന് വെച്ചാൽ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നിങ്ങനെ വിശ്വൻ ഇരുന്ന് ചിന്തിക്കും. എന്നിട്ട് പിന്നെ വേഗം തന്നെ വിശ്വൻ എഴുന്നേറ്റിട്ട് അവിടുന്ന് ഇട്ടിരുന്ന ആ ഒരു
ഷർട്ടിൻ്റെ മേളിലിട്ടിരുന്ന ഒരു കോട്ടുണ്ട്, ആ കോട്ട് ഊരി നമ്മുടെ പാറുവിന് കൊടുത്തു. ഇതെന്താ താനീ കാണിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും പാർവതി മുകുന്ദൻ എന്ന് പറഞ്ഞ് പേര് വിളിച്ചു. പാറു അകത്തേക്ക് കയറി ചെല്ലുക. പാറു അന്നേരം അകത്തേക്ക് കയറി പോകാനുള്ള സമയമായി. പാറുവിന് ആകെ ടെൻഷനായിട്ടോ, ഈ വേഷം കൊണ്ട് അങ്ങോട്ട് ചെല്ലാൻ പറ്റുമോ? അപ്പോഴത്തേക്കും പിന്നെ പാറു വേഗം തന്നെ ഗതികേടാണല്ലോ, വിശ്വം കൊടുത്ത് ആ കോട്ടൊക്കെ ഇട്ടുകൊണ്ട് കയറി ചെല്ലുന്നു. അങ്ങനെ നമ്മുടെ പാറു അങ്ങോട്ടേക്ക് കയറി ചെന്ന് ഈ ഷോളും കൊണ്ട് ഇങ്ങനെ മറച്ച് അകത്തേക്ക് കയറി ചെല്ലുന്ന സമയത്ത് നമ്മുടെ വിശ്വന് ഇതിങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. എന്തായാലും വിശ്വന് സന്തോഷമായി. അപ്പം അമ്മ ചെയ്തതിന് അങ്ങനെയെങ്കിലും ഒരു പ്രായശ്ചിത്തം ചെയ്യാനായിട്ട് പറ്റുമോ എന്നുള്ളൊരിത്. അങ്ങനെ നമ്മുടെ പാറു അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു പ്രത്യേക തരം വേഷവിധാനമൊക്കെ ആയിട്ടാണ് കയറി ചെല്ലുന്നത്. അപ്പോൾ ഇവർ കണ്ടിട്ട് ഇങ്ങനെ ഞെട്ടി. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. ഇരുന്നോളാൻ പറഞ്ഞു. അപ്പോൾ താങ്ക് യു പറഞ്ഞു. പാറു അവിടെ ഇരുന്നു. തൻ്റെ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു. അപ്പോൾ സർ സർട്ടിഫിക്കറ്റ്സ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പാറു അതങ്ങനെ എടുത്ത് കൊടുത്തു. ഈ സാറുമാരിങ്ങനെ പാറുവിനെ അടിമുടി നോക്കുക കേട്ടോ, പാറുവിൻ്റെ ഈ വേഷവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട്. അങ്ങനെ ഇതെല്ലാം നോക്കുന്നു. പാറു ഇതൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുവാണ്. അങ്ങനെ മാർക്ക് ലിസ്റ്റും കാര്യങ്ങളും ഇതെല്ലാം നോക്കി അവരിതൊക്കെ പാറുവിനോട് ചോദിച്ചു. അപ്പോൾ പാറുവിന് തണുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ലെന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്തിനാ ഈ ജാക്കറ്റ് അത് ധരിച്ചിരിക്കുന്നേ? ഇപ്പോൾ വരുന്ന വഴിക്ക് ഒരു കാറ് കാരണം ഡ്രസ്സിൽ കുറച്ച് ചെളിയായി, വേറെ ഡ്രസ്സ് മേടിച്ച് മാറ്റിക്കൊണ്ട് ഉള്ള സമയം ഉണ്ടായിരുന്നില്ല എന്ന് നമ്മുടെ പാറു പറയുക. അപ്പോൾ ഈ സാറുമാർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിച്ചു. അപ്പോൾ തോന്നുന്ന ഒരു ഐഡിയ ആണ് സാർ, ക്ഷമിക്കണം എന്ന് നമ്മുടെ പാറു പറയുമ്പോൾ ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല എന്ന് സാറുമാർ പറഞ്ഞു. പഞ്ച്വാലിറ്റിയാണ് ഒരു സ്റ്റാഫിന് വേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് പാറുവിനോട്. അതെന്തായാലും പാർവതിക്കുണ്ട്. പിന്നെ പ്രസൻസ് ഓഫ് മൈൻഡ്. ചെളി തെറിച്ചതുപോലെയുള്ള സംഭവങ്ങൾ ധാരാളം ഉണ്ടാകാറുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ. ആ സമയത്ത് മനസ്സിനെ നിയന്ത്രണം വിടാതെ അടുത്ത പരിഹാരത്തിലേക്ക് പോവുകയാണ് വേണ്ടതെന്നും അതാണ് ബുദ്ധിയുള്ളവരുടെ ലക്ഷണമെന്നും പറഞ്ഞ് പാർവതി അത് ചെയ്തു എന്നും പറഞ്ഞു. അതൊക്കെ കേട്ട് പാറുവിന് സന്തോഷമായി. വിശ്വം കാരണം അങ്ങനെ ഒരു ഗുണം ഉണ്ടായി. പിന്നെ സത്യസന്ധത. പാർവതിക്ക് വേണമെങ്കിൽ ഞങ്ങളോട് നുണ പറയാമായിരുന്നു, പക്ഷേ പാർവതി അത് ചെയ്തില്ല. ഞങ്ങളോട് സത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇതൊക്കെ കേട്ട് സാറുമാർ ഹാപ്പി, നമ്മുടെ പാറു ഹാപ്പി. യു ആർ അപ്പോയിൻറ്റഡ് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ പാറുവിന് സന്തോഷം സഹിക്കാൻ മേലത് ഇങ്ങനെ ഇരിക്കുക. അതിനുശേഷം വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു, താങ്ക്സ് ഒക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നു. അതിനുശേഷം ഓരോരുത്തരായിട്ട് വിളിച്ചു. ഈ സമയത്ത് വിശ്വൻ പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു കേട്ടോ. വിശ്വൻ പുറത്ത് വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴത്തേക്കും പാറു അങ്ങോട്ടേക്ക് ചെന്നു. പാറു ചെന്നപ്പോൾ വിശ്വൻ അവിടെ ഉണ്ട്. അകത്തോ പുറത്തോ എന്ന് ചോദിച്ചു. മനസ്സിലായില്ല എന്ന് വിശ്വനോട് പാറു പറയുമ്പം, അല്ല ജോലിക്ക് എടുത്തോ പറഞ്ഞു വിട്ടോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ എടുത്തു എന്ന് പാറു പറഞ്ഞു. അതിന് കാരണം സർട്ടിഫിക്കറ്റ്സ് അല്ല കേട്ടോ, ഈ ജാക്കറ്റാ എന്ന് നമ്മുടെ പാറു പറഞ്ഞപ്പം അത് വെറുതെയാണെന്ന് വിശ്വൻ പറഞ്ഞേ. അല്ലെന്നേ, സത്യമായിട്ടും ഈ ജാക്കറ്റ് കാരണമാണ് എനിക്ക് ജോലി കിട്ടിയതെന്ന് പാറു പറയുക. അപ്പോൾ അപ്പോയിൻമെൻറ്റ് ലെറ്റർ വന്നിരുന്നെങ്കിലും അതിലൊരു കണ്ടീഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ബോർഡംഗങ്ങളുടെ മുന്നിൽ ഇന്ന് നടന്ന ആ ഒരു ഇൻ്റർവ്യൂ, അത് പാസ്സായാലേ ജോലി ഉറപ്പാകുമായിരുന്നുള്ളൂ എന്ന് നമ്മുടെ പാറു പറയാം. ആ കടമ്പ എന്തായാലും കടന്നു കിട്ടി, താങ്ക്സ്. അപ്പം അത് കേട്ടപ്പോൾ വിശ്വന് സന്തോഷമായി. ഞാൻ രാജലക്ഷ്മിയുടെ മോനാ, താങ്ക്സ് അല്ല ചീത്തയാ പറയേണ്ടത്. അമ്മ ചെയ്ത തെറ്റ് മോൻ തിരുത്തിയല്ലോ, അത് പോരെ എന്ന് പാറു ചോദിച്ചു കേട്ടോ. മതിയെങ്കിൽ മതിയെന്ന് വിശ്വനും പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞിട്ട് വിശ്വൻ നമ്മുടെ പാറുവിന് ഒരു ഗിഫ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു. ചേച്ചി തന്ന കാശൊക്കെ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ ഏതെങ്കിലും കടയിൽ കയറി പുതിയത് വാങ്ങിച്ചോളാം എന്ന് പാറു പറഞ്ഞപ്പോൾ അപ്പം ഞാനിത് എന്ത് ചെയ്യും എന്ന് വിശ്വൻ ചോദിച്ചു. അപ്പോൾ സൂക്ഷിച്ച് വെച്ചോ, ഭാവിയിൽ ഭാര്യയായിട്ടൊരു പെൺകുട്ടി വരുമല്ലോ, ആ കുട്ടിക്ക് കൊടുക്കാം എന്ന് നമ്മുടെ പാറു വിശ്വനോട് പറഞ്ഞപ്പം ഓക്കെ ആയിക്കോട്ടെ ശരി അങ്ങനെ ചെയ്തോളാം എന്ന് പറഞ്ഞു. അല്ല, ഒരു സംശയമുണ്ടേ, നിങ്ങൾ വലിയ കാശുകാരൊക്കെ അല്ലേ, പിന്നെ എന്തിനാ ഇതുപോലൊരു ജോലിക്കൊക്കെ വരുന്നേ എന്ന് ചോദിച്ചപ്പോൾ വീട്ടിൽ കാശ് കൊണ്ട് ജീവിക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കാം, എൻ്റെ ഏട്ടൻ അത്തരത്തിലുള്ള ഒരാളാണ്, പക്ഷേ ഞാൻ അങ്ങനെയല്ല എന്ന് വിശ്വൻ അന്നേരം പറഞ്ഞു. പാറു അന്നേരം ഇങ്ങനെ വിശ്വനെ നോക്കുക. നെറ്റിയിൽ അധ്വാനത്തിൻ്റെ വേർപ്പ് കൊണ്ട് ഭക്ഷണം കഴിക്കണം, അതാണ് എൻ്റെ പോളിസി എന്ന് നമ്മുടെ പാറുവിനോട് വിശ്വൻ പറഞ്ഞു. അമ്മയെപ്പോലെയും ഏട്ടനെപ്പോലെയുമാണ് ഞാനെന്ന് ഇയാൾ ധരിക്കേണ്ട കേട്ടോ. ആ വീട്ടിൽ ജനിച്ചത് എൻ്റെ തെറ്റല്ലല്ലോ, ഞാൻ അവരുടെ കൂട്ടത്തിൽ കൂടാറുമില്ല, ഒന്നിനും കൂടാറില്ല എന്ന് നമ്മുടെ വിശ്വം പറഞ്ഞു. കേട്ട് പാറുവിന് ചിരിച്ചോണ്ട് നിൽക്കുക. ഏട്ടത്തിയമ്മയോട് എൻ്റെ ഏട്ടൻ കാണിച്ചത് ശുദ്ധ തോന്നിവാസമാണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. ഞാനത് ഏട്ടൻ്റെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞിട്ടുമുണ്ട്. എന്ത് ചെയ്യാനാ, അതൊന്നും കേൾക്കാനൊന്നും ഏട്ടൻ തയ്യാറാകുന്ന ഒരാളല്ല. അപ്പോൾ വിശ്വജിത്ത് എന്നല്ലേ പേര് എന്ന് ചോദിച്ചപ്പോൾ അതെ, നിങ്ങൾ ഇങ്ങനെ ഒരാളാണെന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ എന്ന് പാറു നേരം പറഞ്ഞു. എന്തായാലും ഇവിടെ വെച്ച് കണ്ടതിലും ഇങ്ങനെയൊക്കെ പരിചയം പുതുക്കാൻ പറ്റിയതിലും സന്തോഷമുണ്ട്, ഇനിയും കാണാം എന്ന് പാറു പറഞ്ഞപ്പോൾ ഓക്കെ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പാറു വന്നിട്ട് ഈ ജാക്കറ്റ് ഊരി വിശ്വന് തന്നെ തിരിച്ചു കൊടുത്തു. അങ്ങനെ നമ്മുടെ പാറുവും വിശ്വനും തമ്മിലുള്ള സൗഹൃദ സംഭാഷണമൊക്കെ കഴിഞ്ഞ് നമ്മുടെ പാറു അങ്ങ് പോയി. വിശ്വൻ അന്നേരം പാറുവിനെ തന്നെ നോക്കി ഇങ്ങനെ നിൽക്കുവാണ്. എന്തായാലും പാറുവിനെ നമ്മുടെ വിശ്വന് കുറച്ചൊക്കെ ഇഷ്ടപ്പെട്ടു. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബേബി ചേച്ചി അടുക്കളയിൽ ദോശയോ മറ്റോ ചുട്ടുകൊണ്ടിരിക്കുന്നു. ഹരി അവിടെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. പിന്നെയും വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ
പിന്നെ ഭർത്താവിൻ്റെമാരുടെ കാര്യം. അപ്പോൾ അതുപോലെ ബേബി ചേച്ചിയുടെ ഭർത്താവിനെ പറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഭർത്താക്കന്മാർ തല്ലിയാലും കൊന്നാലും സഹിക്കണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കും. ഇപ്പോൾ അവസ്ഥയൊക്കെ മാറിയില്ലേ ബേബി ചേച്ചി? സ്ത്രീകൾ പ്രതികരിക്കാൻ തുടങ്ങി. ഇപ്പൊ പഴയതുപോലെ ഒരാണിനും ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തൊന്നുമില്ലെന്നേ. സ്ത്രീകൾക്ക് അവരുടെ അവകാശത്തെ പറ്റിയൊക്കെ നല്ല ധാരണയാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ അച്ചു അങ്ങോട്ടേക്ക് വന്നു. ഇന്ന് സ്ത്രീ ആരുടെയും അടിമയല്ല അല്ലേ അച്ചു എന്നൊക്കെ ഹരി ഇങ്ങനെ അച്ചു വന്നപ്പോൾ ചോദിക്കുന്നു. അതെ, അവൾക്ക് വിദ്യാഭ്യാസമുണ്ട്, അതുകൊണ്ട് തന്നെ സ്വന്തം നിലപാടും ഉണ്ട്. അപ്പോൾ കറക്റ്റ്, അതാണ് കറക്റ്റ് എന്ന് പറഞ്ഞ് നമ്മുടെ ഹരി ഇങ്ങനെ ഇരിക്കുന്നു. അച്ചു അന്നേരം ഇത് വന്നത് കണ്ടു. അയ്യോ സമയത്രായി, സേതുവേട്ടൻ വിളിക്കാമെന്ന് പറഞ്ഞാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹരി ഫോൺ എടുത്തു. ഫോണിലാണെങ്കിൽ ചാർജും ഇല്ലല്ലോ എന്നും പറഞ്ഞിങ്ങനെ ഇരിക്കുക. അത് ഫോൺ ചാർജ് ചെയ്താൽ പോരെന്ന് അച്ചു ചോദിച്ചു. ഇപ്പോൾ ചാർജർ അതിന് സേതുവേട്ടൻ കൊണ്ടുപോയെന്ന് പറഞ്ഞു. പിന്നെ ഇനിയിപ്പോൾ എൻ്റെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് അച്ചു വന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോണു. അപ്പോൾ ഹരിയുടെ ഫോൺ മേടിച്ചുകൊണ്ട് പോയി. എന്നിട്ട് ആ ഫോൺ കൊണ്ടുപോയി കുത്തിയിടാനായിട്ട് ഇങ്ങനെ നോക്കുക. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ സേതുവേട്ടൻ്റെ കാര്യവും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ബേബി ചേച്ചിയും ഹരിയും കൂടെ അവിടെ നിന്നിങ്ങനെ മാധവേട്ടൻ്റെ കാര്യവും ഇതെല്ലാം പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുക കേട്ടോ. കാടും മലയും കടന്നു പോലും അന്തിയാകുമ്പോൾ വീട്ടിലെത്തുന്ന ആളായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ ബേബി ചേച്ചിയുടെ ചേട്ടനെ പറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ എല്ലാവരുടെ കാര്യമൊക്കെ പറഞ്ഞ് നമ്മുടെ ബേബി ചേച്ചി സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുക. അത് കഴിഞ്ഞ് ബേബി ചേച്ചി ഹരിയും സംസാരമൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഹരി അങ്ങോട്ടേക്ക് പോയി കേട്ടോ. ഹരി അങ്ങോട്ടേക്ക് ചെന്ന് ഫോൺ എടുത്ത് ഇങ്ങനെ വിളിക്കുക. ഹലോ ചേട്ടാ, ചേട്ടൻ എവിടെയാ എന്നൊക്കെ ചോദിച്ച്. ഞാൻ കുറച്ച് കഴിഞ്ഞ് അവിടെ വന്നേക്കാം. അപ്പോഴത്തേക്കുമാണ് സ്വാതി കുളിയും കഴിഞ്ഞ് അങ്ങോട്ടേക്ക് വരുന്നത്. പെട്ടെന്ന് അമ്മേന്നും പറഞ്ഞിട്ട് സ്വാതി ഒച്ച വെച്ചങ്ങോട്ട് ഇറങ്ങി ഓടി. അപ്പോൾ ഹരിയോടുള്ളൊരു പകരം വീട്ടാനായിട്ട്. ഈ സമയത്ത് നമ്മുടെ അയ്യോ സ്വാതി, ഞാൻ ഈ ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടി എന്നും പറഞ്ഞിട്ട് പാവം അവിടെ കിടന്ന് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും അവൾ ഓടി താഴെ അമ്മയുടെ അടുത്തേക്ക് ചെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുക. അമ്മേ എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോഴേക്കും എന്താ സ്വാതി, എന്തിനാ നീ ഇങ്ങനെ കരയണേ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും സ്വാതിക്ക് ലോകത്തെങ്ങും ഇല്ലാത്ത കരച്ചിൽ. അപ്പോഴേക്കും നമ്മുടെ അച്ചുവും അതുപോലെ പല്ലവിയും കൂടെ ഓടി വന്നു. എന്താ കാര്യമെന്നും ചോദിച്ചുകൊണ്ട്. അപ്പോഴത്തേക്കും ഋതു ഓടി വന്നു. എന്തു പറ്റി? അപ്പോഴേക്കും ചേച്ചി ഞാൻ കുളിച്ചിട്ട് വരുമായിരുന്നു ഒക്കെ പറഞ്ഞുകൊണ്ട് ഇവരോട് ഇല്ലാത്തതെല്ലാം പറഞ്ഞു കേൾപ്പിക്കുക. അവരാകെ ഞെട്ടി കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഹരി അങ്ങോട്ടേക്ക് വന്ന് നിൽക്കുക. അപ്പോൾ ഈ നുണയല്ലേ പറഞ്ഞു പിടിപ്പിച്ചത്. അങ്ങനെ ഹരി സ്വാതിയെ കയറി പിടിച്ചു എന്നാണ് ഈ പെണ്ണ് ഇവരോട് പറഞ്ഞു പിടിപ്പിച്ചത്. എന്നിട്ട് ഇതൊക്കെ കേട്ട് ഞെട്ടി നമ്മുടെ ഹരി അവിടെ നിൽക്കുവാണേ. അപ്പോഴത്തേക്കും നമ്മുടെ പല്ലവി നിങ്ങൾ എന്താ ഈ പറയുന്നേ എന്ന് ചോദിച്ചു. ഓടി ചെന്ന് ഋതു ഹരിയുടെ ചെവിക്കല്ല് തീർത്തൊരു ഒറ്റ അടിയായിരുന്നു. ഒരു തെറ്റും ചെയ്യാത്ത പാവത്തിനിട്ട്. എൻ്റെ അനിയത്തിയുടെ കണ്ണ് കൊലങ്ങിയ സഹിക്കില്ല എനിക്കെന്ന് പറയുമ്പോൾ അയ്യോ ഞാനൊന്നും ചെയ്തില്ലെന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിച്ച് നമ്മുടെ ഹരി ഇങ്ങനെ പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് രണ്ടാമത് തല്ലാനായിട്ട് ഋതിക കൈ ഓങ്ങിയപ്പോൾ നമ്മുടെ പല്ലവി ഇടയ്ക്ക് കയറി കയ്യിലങ്ങ് പിടിച്ചില്ലേ. അപ്പം തന്നെ ഋതികയുടെ കേട്ടം കുറച്ചങ്ങ് അവസാനിച്ചു. അങ്ങനെ ഈ സ്വാതി പറഞ്ഞ തെമ്മാടിത്തരത്തിനുള്ള ആ ഒരു ഇത് നമ്മുടെ പല്ലവി തന്നെ മുമ്പിട്ട് ഇറങ്ങിയിരിക്കുക. അതും കഴിഞ്ഞിട്ട് ചെന്ന് കൈ അങ്ങ് പിടിച്ചൊരൊറ്റ എറിഞ്ഞ് നമ്മുടെ പല്ലവി തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം, പക്ഷേ അതിനിതല്ല വഴി എന്ന് നമ്മുടെ പല്ലവി പറയുക. അപ്പം അച്ചുവാണല്ലോ ഫോൺ അവിടെ കൊണ്ടേ കുത്തിയിട്ടത്. പാവം ഇതൊന്നും അറിയാതെ ഹരി അവിടെ ചെന്ന് പെട്ടും പോയി. പല്ലവി ഇങ്ങനെ എന്നിട്ട് നമ്മുടെ ഹരിയുടെ നേരെ ഇങ്ങനെ നിന്നു. സേതുവേട്ടൻ്റെ പെങ്ങന്മാരായത്, ഇവരിൽ ഒരാളെ നീ കാരണം കരഞ്ഞുവെന്ന് വന്നാ തോറ്റു പോകുന്നത് സേതുവേട്ടനാ എന്ന് പറഞ്ഞുകൊണ്ട് ഹരിയോട് നമ്മുടെ പല്ലവി ഇങ്ങനെ പറയുന്നു. അപ്പോഴത്തേക്കും ഇവരിങ്ങനെ ആകെ സങ്കടത്തിൽ നിൽക്കും, അച്ചുവും പൂർണിമയും ഒക്കെ. എന്നിട്ട് പല്ലവി ചോദിച്ചു, സേതുമാധവൻ ഒരിക്കലും തോൽക്കാൻ പാടില്ല, അതുകൊണ്ട് ഇറങ്ങ്, ഇപ്പോൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങ് എന്ന് പറഞ്ഞ് പല്ലവി നമ്മുടെ ഹരി അവിടെ നിന്ന് ഇറക്കി വിടാൻ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ സ്വാതിക്ക് സന്തോഷമായി. ആ സമയം ഹരി ആകെ തകർന്നു പോയി കേട്ടോ. അപ്പോൾ ഹരിയെ പല്ലവിയോട് നിന്ന് ഇറക്കി വിടുക. ഇനി നിന്റെ സ്ഥാനം ഇവിടെയല്ല പുറത്താ എന്ന് പറയുമ്പോൾ ചേച്ചി പറ്റിപ്പോയതാ, മനഃപൂർവ്വമല്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹരി ഇങ്ങനെ പറഞ്ഞു. ഈ സമയത്ത് ഒരു തെറ്റും ചെയ്യാതെ നമ്മുടെ ഹരി അവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുക. അപ്പോൾ അങ്ങനെ പൊന്നുമുടത്തിൽ നമ്മുടെ പല്ലവി എടുത്ത തീരുമാനം കൊണ്ട് ഇത്രയും വലിയൊരു ഇത് ഉണ്ടാവുമെന്ന് ഒരിക്കലും ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാണണം കേട്ടോ. എല്ലാവർക്കും നന്ദി.